സ്നേഹം നിറഞ്ഞവരെ, ഏറ്റവും സ്നേഹത്തോടെ വിശുദ്ധ യുദാസ്ലിഹയുടെ നൊവേനയുടെ 4-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ നിയോഗം ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ നിയോഗം ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. കർത്താവായ യേശുവേ, പ്രത്യേകമായി ലയോ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും എല്ലാ മെത്രാന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ, ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് അവരെല്ലാം ഉൾച്ചേർക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശുവേ, വളരെ പ്രത്യേകമായി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ, അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. അവരുടെ ബുദ്ധിമുട്ടിലങ്ങ് കൂടെ ഉണ്ടാകണമേ. എല്ലാ സഹനങ്ങളും എല്ലാം പ്രതീക്ഷയോടെ ഏറ്റെടുക്കുവാൻ, സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ അവരെ സഹായിക്കണമേ എന്നങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ യേശുവേ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ അങ്ങ് വഴി തുറന്നു കൊടുക്കണമേ. പുതിയ ധനത്തിൻ്റെ, പുതിയ സമാധാനത്തിൻ്റെ മാർഗ്ഗങ്ങൾ അവരെ പഠിപ്പിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശുവേ, വളരെ പ്രത്യേകമായിട്ട് ദൈവരാജ്യ പ്രഘോഷണത്തിനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന മിഷണറിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ തീക്ഷണതയെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയെ മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ യേശുവേ, ഏറ്റവും പ്രധാനമായിട്ട് വചനത്തിൻ്റെ ദാസരാകാൻ വേണ്ടി അനേകം പേരെ മാടി വിളിക്കണമേ എന്നും പരിശുദ്ധാത്മ വരദാനങ്ങളവരെല്ലാം നിറയണമെന്നും അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞവരെ, ഈ സമയം പ്രത്യേകമായിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള നമ്മുടെ തൃപ്തിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശുദ്ധ, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥ അഭിമാനികളും ആകാതിരിക്കട്ടെ. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശുദ്ധ, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരെ ഒരു നിയമവുമില്ല. കർത്താവ് യേശുവേ, സ്നേഹം നിറഞ്ഞവരെ, ഈ വരദാനങ്ങളാൽ നിറയാനായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഒരുങ്ങിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുംസാരത്തെക്കുറിച്ചിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ വീണ്ടും സമർപ്പിക്കുന്ന ഒരു ശുശ്രൂഷ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ വിശുദ്ധിയിലാണെങ്കിൽ പിശാച് നമ്മളെ വേട്ടയാടും. വിശുദ്ധിയിലാണെങ്കിൽ പിശാച് വേട്ടയാടി നമ്മളെ കൊണ്ട് പാപത്തിലേക്ക് വഴിതെറ്റിപ്പിക്കും. പാപത്തിലേക്ക് വീണാൽ പിന്നെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ഉള്ളിലെ പ്രകാശം കെട്ടുപോകും. നമുക്കൊരു വിഷമമായിരിക്കും, വേദനയായിരിക്കും. അതൊക്കെയാണ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ജീവിതത്തിൽ വന്നുകൊണ്ട് തെറ്റുകളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഇതെല്ലാം നമ്മൾ സമർപ്പിച്ചു. നമ്മുടെ തെറ്റുകൾ നമ്മൾ സമർപ്പിച്ചു. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സമർപ്പിച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ നന്ദിയുടേതായിട്ടുള്ള പ്രാർത്ഥനകളാണ്. കർത്താവേ യേശുവേ, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനായിട്ട് ഇവരെല്ലാം വിളിച്ചേർത്തതിനെ ഓർത്ത് കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും, അവർ ഏത് കാലഘട്ടത്തിൽ പങ്കെടുത്താലും അവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ട വിധത്തിലുള്ള ബുദ്ധിയും ബോധവും ജ്ഞാനവും നൽകി, വിവേകവും നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സിസ്റ്റേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ, അവരുടെ ജീവിതങ്ങളിൽ ആനന്ദവും സമാധാനവും നൽകി പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ കൊതിക്കുന്ന ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ യേശുവേ, വളരെ പ്രത്യേകമായിട്ട് ആരും പ്രാർത്ഥിക്കാനില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവേ, അങ്ങ് അവരെല്ലാം വഴി നടത്തുന്നതിനെ ഓർത്ത്
കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന ആരെന്ന് യോബിൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ കർത്താവെ ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദികരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവർക്ക് നൽകിയ അമൂല്യമായ ദൈവവിളി ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ ഇനിയും അങ്ങയുടെ പ്രേക്ഷിത വിളിക്കായിട്ട് ദാഹിക്കുന്ന കർത്താവെ സെമിനാരിൽ പഠിക്കുന്ന അതുപോലെ മഠത്തിൽ ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഫോർമാറ്റേഴ്സിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം വിശദീകരിക്കണമെന്ന് നവീകരിക്കണമെന്ന് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ വരദാനങ്ങൾക്ക് ദാഹിക്കാൻ ജ്വലിക്കാനുള്ള കൃപ നൽകണമെന്ന് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിലൂടെ ആഹാരം നിങ്ങൾ തരണമേ. ഞങ്ങൾ തെറ്റിയെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ ക്ഷമിക്കണം. ഞങ്ങളെ പ്രതിപ്പെടുത്തരുതന്മേ. ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ നമ്മുടെ താവശ്യമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.